ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരളയുടെ നേതൃത്വത്തിൽ ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനം അവകാശ ദിനമായി ആചരിച്ചു. കാഞ്ഞങ്ങാട് കാനറ ബാങ്കിന് മുന്നിൽ കൂട്ടധർണയും നടത്തി. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും 2024 ഏപ്രിൽ 4 മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ. കോൺടാക്ട് 77361 00443. വിവിധ ആവശ്യങ്ങളുയർത്തി ബാങ്ക് ദേശസാൽക്കരണ ദിനമായ ജൂലൈ 19 ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് വിരമിച്ചവരുടെ സംഘടനകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജോയിന്റ് ഫോറം ബാങ്ക് റിട്ടയറീസ് കേരളയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് കാനറ ബാങ്കിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി. ബാങ്ക് സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, പൊതുമേഖലാ ബാങ്കുകൾ സംരക്ഷിക്കുക, ബാങ്കിംഗ് മേഖലയിലെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക, ആരോഗ്യ ഇൻഷുറൻസിന്റെ അടിസ്ഥാന പോളിസി പ്രീമിയം ബാങ്കുകൾ വഹിക്കുക, പെൻഷൻ കണക്കാക്കുമ്പോൾ സ്പെഷ്യൽ അലവൻസുകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നിങ്ങളിൽ പലരും അത് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്നേക്കാൾ പ്രായം ഇല്ലെന്നത്, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളാണ് ഇവിടെ ബഹുമാന്യയായ ആദരണീയായ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ വളർച്ചയിൽ ബാങ്കുകൾക്കുള്ള പങ്കിനെക്കുറിച്ച് ഏറ്റവും വലിയ ബോധ്യമുള്ള പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. പണ്ഡിറ്റിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ രാവേറെ സംസാരിക്കേണ്ടി വരും. പക്ഷെ ഇന്ദിരാഗാന്ധിയാണ് ആദ്യഘട്ടത്തിൽ 16 പിന്നീട് 5 അങ്ങനെ 20 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഒരു രാഷ്ട്രീയവുമില്ല. PPJ നായർ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളായ CP നരേന്ദ്രൻ, കൃഷ്ണൻ പത്താനത്ത്, P കുമാരൻ നായർ, TG ശ്രീജിത്ത്, M വിജയൻ, K ബാലകൃഷ്ണൻ നായർ, PP ജഗദീശൻ, VP ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. PV രവീന്ദ്രൻ നായർ സ്വാഗതവും നന്ദകുമാർ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.